ഇന്ന് കേരളത്തിൽ ചൂടിന് ഇത്തിരി ശമനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. കാരണം ഇന്ന് കേരളത്തിൻ്റെ ജില്ലകളെല്ലാം പരിശോധിക്കുമ്പോൾ മുഴുവൻ ഒരു പച്ചയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഇന്ന് കാലാവസ്ഥ വകുപ്പിൻ്റെ പ്രത്യേക മുന്നറിയിപ്പില്ല. എന്നാൽ അതേസമയം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള നേരിയ മഴയ്ക്കുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മറക്കരുത്. ഇനി നിലവിൽ ഏറ്റവും കൂടുതൽ ചൂട് ഏത് ജില്ലയിലാണെന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ഇന്നലത്തെ പോലെയാണ് ഇന്നത്തെ അവസ്ഥയും. ഇന്നും പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാടിൽ. അടുത്തതായി പാലക്കാടിന് ശേഷം ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് കണ്ണൂരാണ്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കണ്ണൂരിൽ. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വേനൽ മഴയാണെന്ന് കരുതി പൂർണ്ണമായും ആശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഈ മഴ ശമിച്ചാലും ചൂട് ഉയരാനുള്ള സാധ്യതയാണുള്ളത്. മാത്രമല്ല, ഈ സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് അപകടകരമായ നിലയിലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. അതായത് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം. നന്നായി വെള്ളം കുടിക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. അതായത് ജലാംശം അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ, ഓറഞ്ച് പോലുള്ള പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. പുറത്തു പോകുമ്പോൾ കുടയോ തൊപ്പിയോ ധരിക്കാൻ മറക്കരുത്. ഈ ഇടിമിന്നലുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു അല്ലേ? ഈ ഇടിമിന്നലുള്ള സാഹചര്യങ്ങളിൽ കരുതേണ്ട മുൻകരുതലുകൾ മറക്കണ്ട. നമ്മൾ ഇന്നലെ അത് സംസാരിച്ചതാണ്. എന്തെങ്കിലും ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കേണ്ട ഞങ്ങളാണല്ലോ. നമുക്ക് ഒരിക്കൽ കൂടി അതൊന്ന് പരിശോധിക്കാം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഈ ചെറിയ വലിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും, അത് മഴയായാലും വെയിലായാലും, നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. നമ്മളിപ്പോൾ റെഡി സെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് സേതു ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.